ലോകം ഒരേ സമയം ആകാംക്ഷയോടെയും ഭീതിയോടെയും ഉറ്റുനോക്കുന്ന ഒരു പുതിയ സഖ്യം രൂപപ്പെടുകയാണ്. പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാനും കിഴക്കൻ ഏഷ്യയിലെ ആണവശക്തിയായ ഉത്തര കൊറിയയും അമേരിക്കയ്ക്കെതിരെ ഒന്നിക്കുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിന് കിം ജോങ് ഉൻ നൽകിയ പിന്തുണ വെറുമൊരു നയതന്ത്ര സന്ദേശമല്ല, മറിച്ച് അമേരിക്കയ്ക്കും ടെൽ അവീവിനും നേരെയുള്ള വ്യക്തമായ യുദ്ധ പ്രഖ്യാപനമാണ്. ലോക രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ പുതിയ സമവാക്യങ്ങളെക്കുറിച്ച് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ നടത്തിയ ആസൂത്രിതമായ വ്യോമാക്രമണത്തിൽ അലി ഖമേനി കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് വലിയ ആഘാതമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി അധികാരമേറ്റതോടെ ഇറാന്റെ പോരാട്ടവീര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്ന് ലോകം തിരിച്ചറിയുന്നു. ഈ നിർണായക ഘട്ടത്തിലാണ് അമേരിക്കയുടെ കണ്ണിലെ കരടായ ഉത്തര കൊറിയ പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയത്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവകാശമില്ലെന്നും ഇറാന്റെ പരമാധികാരത്തെ മാനിക്കണമെന്നുമാണ് കിമ്മിന്റെ നിലപാട്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങൾ പ്രാദേശിക സമാധാനത്തിന് തുരങ്കം വെക്കുന്നുവെന്ന് ഉത്തര കൊറിയ തുറന്നടിച്ചു. മേഖലയിൽ അസ്ഥിരത പടർത്തുന്നത് അമേരിക്കയാണെന്ന് ആരോപിച്ച കിം ഭരണകൂടം ഇറാനെതിരായ സൈനിക നടപടികളെ നിയമവിരുദ്ധമായ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ ദീർഘകാല ശത്രുക്കളായ ഈ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. നയതന്ത്ര പിന്തുണയ്ക്ക് പുറമെ സൈനികമായ കരുത്ത് പ്രകടനവും ഉത്തര കൊറിയ നടത്തുന്നുണ്ട്. ജോങ് ഹോൺ എന്ന അത്യാധുനിക നാവിക കപ്പലിൽ നിന്ന് തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് കിം ജോങ് ഉൻ തന്റെ നയം വ്യക്തമാക്കി. അമേരിക്കയും ദക്ഷിണ കൊറിയയും നടത്തുന്ന ഫ്രീഡം ഷീൽഡ് സൈനികാഭ്യാസത്തിന് മറുപടിയായാണ് ഈ നീക്കം. തങ്ങളുടെ ആണവ പദവി അംഗീകരിച്ചാൽ മാത്രമേ അമേരിക്കയുമായി യാതൊരു ചർച്ചയ്ക്കുമുള്ളൂവെന്ന കർക്കശമായ നിലപാടിലാണ് ഉത്തര കൊറിയ. ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ഈ പുതിയ ഐക്യം ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെ സങ്കീർണമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിച്ച് ഈ രണ്ട് രാജ്യങ്ങളും നടത്തുന്ന പ്രതിരോധം വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിടുമെന്നത് ഉറപ്പാണ്.